കഥേബമ്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. രാമേന്ദ്ര സാറ് ഇന്ന് എന്ത് കഥയാണ് പറയുന്നത്? വല്ലഭാചാര്യരെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം രാമാനുജാചാര്യരെ പറ്റി സംസാരിച്ചു. അപ്പോൾ രാമാനുജാചാര്യര് വിശിഷ്ടാദ്വൈതം, അദ്വൈതത്തിൻ്റെ തന്നെ ഒന്ന് പരിഷ്കാരം ആണ് ചെയ്തത്. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് വിഷ്ണുവാണ് എന്നുള്ളത്, ബ്രഹ്മം എന്ന് പറയുന്നത് കൃഷ്ണനാണ് എന്ന് പറയുന്ന ശുദ്ധാദ്വൈതത്തിൻ്റെ പ്രയോക്താവാണ് ഈ വല്ലഭാചാര്യ. വിഷ്ണുവിൽ നിന്ന് മാറ്റി കൃഷ്ണനെ രണ്ടും ഒന്നു തന്നെയല്ലേ? അതെ, ആണ്. പക്ഷെ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീതയും ഭാഗവതവും ഒക്കെ പ്രമാണ ഗ്രന്ഥങ്ങളായിട്ട് നടന്നയാളാണ് ഈ വല്ലഭാചാര്യര്. വല്ലഭാചാര്യര് അതുകൊണ്ട് തന്നെ ഈ ചതുശ്ലോകി ഭാഗവതം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഭാഗവതത്തിൻ്റെ അകത്ത് തന്നെ ഒരു ശ്ലോകഭാഗം ഭാഗവത സത്തയായിട്ട് കരുതുന്നുണ്ട്, 4 ശ്ലോകങ്ങൾ. അതാണ് ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത്. അത് ഭാഗവതം 2-ാം സ്കന്ധത്തിലെ 3-ാം അധ്യായത്തിലെ 32 മുതൽ 35 വരെയുള്ള വരികളാണ് ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത്. ഭാഗവതം എന്താണ് എന്നുള്ളത് അതിൻ്റെ എസൻസ് ആ വരികളിലുണ്ട്. അതുകൊണ്ട് ഈ ചതുശ്ലോകി ഭാഗവതം ആണ് ഈ പാകം വന്ന വേദജ്ഞാനം. ഭാഗവതമാണ് പാകം വന്ന വേദജ്ഞാനം. അതിൽ തന്നെ പ്രത്യേകിച്ച് ചതുശ്ലോകി ഭാഗവതം എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് ഈ വല്ലഭാചാര്യര്. അതല്ലാതെ ശങ്കരാചാര്യരുടെ വ്യാഖ്യാനിച്ച അദ്വൈതത്തിൽ ബ്രഹ്മം ആണ് യാഥാർത്ഥ്യം, ബാക്കിയൊക്കെ മായ എന്നുള്ളതാണല്ലോ. ഇതിങ്ങനെയല്ല. ശുദ്ധാദ്വൈതത്തിൽ എല്ലാ സൃഷ്ടിയും ദൈവികം, ഡിവൈൻ ആണെന്ന് പറയുന്നതാണ്. ഇനി ചതുശ്ലോകി ഭാഗവതത്തില് അത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, സൃഷ്ടിയുടെ സമയത്ത് ശ്രീകൃഷ്ണനും ബ്രഹ്മാവും തമ്മിൽ നടക്കുന്ന ചർച്ചയാണ് ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുന്നത്. ഭാഗവതത്തിൻ്റെ വിത്താണ് ഈ ചതുശ്ലോകി ഭാഗവതം. അതിലെ ആദ്യത്തെ ശ്ലോകം മാത്രം പറയാം. അഹം മേ വാസം മേ വാഗ്രേ നാന്യധത് സദസത്പരം പശ്ചാദഹം യഥേച്ഛയോ അവശിഷ്യദോസ്മ്യഹം. ഭാഗവതം 2:9-32, 32-ാമത്തെ ശ്ലോകം. സൃഷ്ടിക്ക് മുമ്പ് ഞാൻ മാത്രം, ശ്രീകൃഷ്ണൻ പറയുന്നതാണ്, സൃഷ്ടിക്ക് മുമ്പ് ഞാൻ മാത്രമാണ് ഉള്ളത്. ജീവനോ ചരാചരങ്ങളോ ഉണ്ടാകും മുമ്പേ ഞാനുണ്ട്. ഇന്ന് കാണുന്നതൊക്കെ എൻ്റെ രൂപമാണ്. സംഹാരശേഷവും ഞാൻ മാത്രമാണ്. എന്നിൽ നിന്ന്, അത് ശ്രീകൃഷ്ണനിൽ നിന്നുള്ള അർത്ഥം, എന്നിൽ നിന്ന് വേറിട്ടതായി ഒന്നുമില്ല. ഇതാണ് ഈ ആദ്യത്തെ ശ്ലോകം. അപ്പം ഇതാണ് ഇതിൻ്റെ സത്ത. സൃഷ്ടി എന്താണ്, ഈ ലോകം എന്താണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് മുഴുവൻ നീ സത്യം ജ്ഞാനമാനന്ദം അതൊക്കെ തന്നെ, അതൊക്കെ അദ്വൈതമാണ് ഈ പറയുന്നതൊക്കെ. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികളൊക്കെ എന്ത് പറഞ്ഞാലും, രാമകൃഷ്ണ പരമഹംസര്, എന്തിന് നമ്മുടെ അമ്മയില്ലേ അമൃതാനന്ദമയി, അവരോട് എപ്പോൾ സംസാരിച്ചാലും അവർ പറയുന്നത് ഇത് ശരിക്കും എൻ്റെ സത്ത നോക്കിയ അദ്വൈതമായിരിക്കും. ഇതിങ്ങനെയാണ് ഉള്ളില് ഉരുവം പൂണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് എന്താന്ന് വെച്ചാൽ, ആ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഭാഗവതത്തിൽ, അതാണ് അദ്വൈത സത്തയായിട്ട് വല്ലഭാചാര്യരെ എടുക്കുന്നത്. ഞാനാണ് എല്ലാം എന്നുള്ളത്, അല്ലാതെ ബ്രഹ്മം എന്നല്ല, ഞാനാണ് എന്ന് കൃഷ്ണൻ പറഞ്ഞ് എടുക്കുന്നു അദ്ദേഹം. അപ്പോൾ ഇതിന് പുഷ്ടിമാർഗം എന്നും പറയും. ഇദ്ദേഹത്തിൻ്റെ ഈ ഫിലോസഫിക്കൽ പാത്തിന് ഈശ്വരാനുഗ്രഹം വഴി ഭക്തി വളർത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്ന് പറഞ്ഞാൽ ജ്ഞാനമാർഗമല്ല, ഭക്തിമാർഗമാണ്. അത് രാമാനുജനും അതെ, ഇദ്ദേഹവും അതെ. ജ്ഞാനമാർഗമാകുമ്പോഴാണല്ലോ ചർച്ച വരുന്നത്, ബൗദ്ധിക കസർത്തുമൊക്കെ വരുന്നത്. അതൊന്നും വേണ്ട, കൃഷ്ണനും വിഷ്ണുവെന്നും പറഞ്ഞ് നമ്മൾ നടന്നാൽ മതി, ഭക്തിമാർഗം. അങ്ങനെയാണ് അവരുടെ രീതി. അപ്പോൾ ശങ്കരനെ പോലെയും രാമാനുജരെ പോലെയൊക്കെ 3 വലിയ തീർത്ഥയാത്രകൾ ഇവരൊക്കെ നടന്നാണ് പോയിരിക്കുന്നത്. അതെ അതെ അതെ. കാലടിയിൽ നിന്നൊരു ബാലൻ കാശ്മീരം വരെ പോയി തിരിച്ചു വന്നപ്പോൾ ഭാരതം മാറിയ ഒരു മാറ്റം ഉണ്ടല്ലോ അല്ലേ? അത് ഭയങ്കരമാണല്ലോ.
കീഴടക്കിയാണ് പോകുന്നത്. ആ നടന്നാണ് പോകുന്നത്. സ്വന്തം ഭക്ഷണം പാകം ചെയ്യും, ലളിത വസ്ത്രങ്ങളാണ് ഉടുത്തിരുന്നത്. പ്രത്യേകിച്ച് വസ്ത്രം അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ, ഒന്നോ രണ്ടോ. അദ്ദേഹം പ്രഭാഷണം നടത്തിയ സ്ഥലങ്ങളാണ് ബൈഠക്കുകൾ എന്നറിയപ്പെട്ടത്. ഓഹോ, അതാണ് ഇപ്പൊ പിന്നീട് ബൈഠക്കുകൾ എന്ന് സ്വീകരിക്കപ്പെട്ട പദം അല്ലേ? അത് 84 അങ്ങനത്തെ സ്ഥലങ്ങൾ 84. ആ 84 സ്ഥലങ്ങളും ആരാധനാ സ്ഥലങ്ങളായി. കൂടുതലും ഗുജറാത്തിലും രാജസ്ഥാനിലുമാണ്. അത് നമ്മൾ ബൈഠക്ക് നോക്കുമ്പോൾ വേറെ സംഗതി വേറെ ഓർക്കുന്നത്. അതെ, ശിബിരം ബൈഠക്ക് എന്ന് പറഞ്ഞാൽ വേറെയാണോ ഓർക്കുക. 1479 ഇന്നത്തെ ഛത്തീസ്ഗഡിലെ ചമ്പ, അവിടെയാണ് ജനിച്ചത്, ചമ്പയില്. അച്ഛൻ ലക്ഷ്മൺ ഭട്ട്, അമ്മ ഇല്ലമാകരു ദേവി. കൃഷ്ണ നദിക്കരയിലെ കങ്കർവാഡ് ആണ് ഈ ജനിച്ച സ്ഥലമൊക്കെ. കൃഷ്ണാനദി എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആന്ധ്ര മേഖല. കുഞ്ഞിനെ കാശിയിൽ വളർത്തും എന്ന് ഇവർ തീരുമാനിച്ചിരുന്നു, അച്ഛനും അമ്മയും. പക്ഷേ കാശിയിലേക്ക് പോയപ്പോൾ അവിടെ ഒരു ഇസ്ലാമിക ആക്രമണം വന്നു. അപ്പോഴും ഉണ്ട് ഇതൊക്കെ. പിന്നെ ഉണ്ടല്ലോ, ഇത് 15-ാം നൂറ്റാണ്ടല്ലേ. അപ്പോൾ മടങ്ങി. ഗസ്നിയൊക്കെ വരുന്നതൊക്കെ അതിന് മുമ്പല്ലേ, 1260-ലല്ലേ ഗസ്നി വരുന്നത്. ഇസ്ലാമിക ആക്രമണം കാരണം മടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇല്ല, ആ ഇസ്ലാം ആക്രമണത്തിന് വന്ന ആളുകൾ പോയി എന്ന് അറിഞ്ഞ് വീണ്ടും അങ്ങോട്ട് പോയി. 7-ാം മാസം പ്രസവിച്ചു. അപ്പോൾ അത് ചാപ്പിള്ളയാണെന്ന് വിശ്വസിച്ച് ഇവരുപേക്ഷിച്ചിട്ട് കാട്ടിൽ നിന്നും മടങ്ങി. ഈ 7-ാം മാസത്തിൽ ജനിച്ച കുഞ്ഞ്. അപ്പോൾ അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് തിരിച്ചുപോയി നോക്കിയപ്പോൾ കുഞ്ഞ് അവിടെ തന്നെ കിടപ്പുണ്ട്. കുഞ്ഞിൻ്റെ ചുറ്റും ഒരു സുരക്ഷിതമായിട്ടൊരു അഗ്നിവലയം, ആരും കൊണ്ടുപോകാതിരിക്കാൻ ആയിട്ടൊരു അഗ്നിവലയവും കണ്ടു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതൊരു ദിവ്യ സന്താനമാണെന്ന് മനസ്സിലായി. വല്ലഭ് എന്ന് പേരിട്ടു. വല്ലഭ് എന്ന് പറഞ്ഞാൽ പ്രിയൻ, പ്രിയപ്പെട്ടവൻ, ഡിയറസ്റ്റ് എന്നുള്ളത്. എന്നിട്ട് കാശിയിൽ പോയി. കാശിയിൽ ആണ് ഈ ഗുരുക്കന്മാരുടെ അടുത്തൊക്കെയാണ് പഠിപ്പിച്ചതൊക്കെ. ഒരുപാട് ചിത്രങ്ങൾ ചുമരിലുണ്ടായിരുന്നു വീട്ടിൽ. അതിൽ രാസലീല ഭഗവാന്റെ വലിയ പ്രിയപ്പെട്ട ചിത്രമൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ബുദ്ധിപരമായ കസർത്തുകളിൽ വല്ലഭാചാര്യർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്വൈതം ഒരു വരണ്ട ജ്ഞാനമാർഗമാണ് അത് അദ്ദേഹം കരുതി. ബുദ്ധി നിറഞ്ഞാണ്. അതുകൊണ്ട് ഭക്തിമാർഗത്തിൽ പ്രവേശിച്ചു. 10-11 വയസ്സായപ്പോൾ തന്നെ പുരിയിലേക്ക് പോയി. ഇന്നത്തെ ഒഡീഷയിലെ പുരിയിലേക്ക് പോയി. അവിടെ പ്രതാപരുദ്ര രാജാവ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം ഈ 11 വയസ്സായ കുഞ്ഞ് പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിൻ്റെ ബുദ്ധിയൊക്കെ ഇളക്കാൻ വേണ്ടി 3-4 ചോദ്യങ്ങൾ ചോദിച്ചു. ആരാണ്? പല പണ്ഡിതന്മാരും ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, ഏതാണ് വലിയ പുരാണം? ആരാണ് ഏറ്റവും വലിയ ദൈവം? ഏതാണ് ഏറ്റവും വലിയ മന്ത്രം? ഏതാണ് ഏറ്റവും വലിയ കർമ്മം? ഇന്ന് വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ 11 വയസ്സായ കുഞ്ഞുമുണ്ട്. അപ്പോൾ ഒരു ശ്ലോകം ചൊല്ലി വല്ലഭാചാര്യര്. ഏകാ ശാസ്ത്രം ദേവകീ പുത്രഗീതം, ഏകോ ദേവോ ദേവകീ പുത്ര ഏവ, ഏകോ മന്ത്രസ്തസ്യ നമാനി യാനി, കർമാപ്യേകം തസ്യ ദേവസ്യ സേവ എന്ന് പറഞ്ഞു. മൊത്തം കൃഷ്ണനാണ് എന്ന് പറയുന്നത്. കൃഷ്ണന്റെ വാക്കാണ് ഏറ്റവും വലിയ ശാസ്ത്രം, ഗീത, ഭഗവത്ഗീത. ഏറ്റവും വലിയ ദൈവമാരാണ് കൃഷ്ണൻ. ഏറ്റവും വലിയ മന്ത്രം എന്താണ്? ആ നാമം. ഏറ്റവും വലിയ കർമ്മം എന്താണ്? അവന്റെ സേവനം, അവന്റെ ദാസനായിരിക്കുക എന്ന് പറഞ്ഞു. ഇയാൾക്ക് വലിയ സമ്മാനങ്ങളും ഒക്കെ കിട്ടി, വലിയ ശ്ലോകമൊക്കെ ആയിട്ട് കരുതി. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സത്ത എന്ന് പറഞ്ഞാൽ അനന്യ ഭക്തി. ഇതാണ് സമർപ്പിത ഭക്തി, കൃഷ്ണനോടുള്ളത്. ഇതാണ്. അങ്ങനെ ജീവിച്ച ഒരാളാണ്. അപ്പോൾ 11 വയസ്സിൽ ഇങ്ങനെ യാത്ര തുടങ്ങി. ഈ ശങ്കരാചാര്യരൊക്കെ പിൽക്കാലത്തൊക്കെ ചെയ്ത പോലെ. തിരുപ്പതിയിൽ രവികാന്ത് എന്ന് പറഞ്ഞ ആചാര്യനെ കണ്ടു. അപ്പോൾ ആചാര്യൻ ഇയാളെ പരീക്ഷിച്ചു. പല മന്ത്രങ്ങളൊക്കെ ചൊല്ലാൻ പറഞ്ഞു. ചൊല്ലാൻ പറഞ്ഞപ്പോൾ ഒരു അത്ഭുതം കാണിച്ചു. മന്ത്രങ്ങളൊക്കെ റിവേഴ്സ് ഓർഡറിൽ ചൊല്ലി കാണിച്ചു.
വലത്ത് നിന്ന് ഇടത്തേക്കുള്ള അപ്പുറത്ത് നിന്ന് ചില കുട്ടികൾ സിനിമ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടില്ലേ, അതുപോലെ ചൊല്ലി കാണിച്ചു. അത് കഴിഞ്ഞ് ഹംപിയിൽ പോയി. ഹംപിയിൽ കൃഷ്ണദേവരായ ഭരിക്കുന്ന കാലം. അപ്പോൾ കൃഷ്ണദേവരായ അവിടെ പണ്ഡിതന്മാർക്ക് നടത്തുന്ന ശാസ്ത്ര സദസ്സിൽ പങ്കെടുത്തു. ശാസ്ത്ര സദസ്സിൽ ശങ്കരൻ്റെ ശിഷ്യന്മാർ, രാമാനുജൻ്റെ ശിഷ്യന്മാർ, മധ്വാചാര്യരുടെ ശിഷ്യന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ ഈശോപനിഷത്തിൽ നിന്നുള്ള വാചകമാണ് ഏറ്റവും വലിയ വാചകം എന്ന് പറഞ്ഞു. ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് എന്നുള്ളത്. ചരാചരങ്ങൾ നിറഞ്ഞ പ്രപഞ്ചം, അതിലിരിക്കുന്ന ഇതൊക്കെ ഈശ്വരൻ്റെ പ്രത്യക്ഷം എന്ന് പറയുന്നതൊക്കെ. അപ്പോൾ അത് ബ്രഹ്മവാദമാണ്, അതെല്ലാം ശരി, എല്ലാം കൃഷ്ണനാണ് എന്ന് പറഞ്ഞാൽ അവിടെ സമർത്ഥിച്ചു. ഒരുപാട് ആഭരണങ്ങൾ, വജ്രം, വൈഡൂര്യം, സ്വർണമൊക്കെ കൊടുത്തു. അതിൽ നിന്ന് 7 നാണയങ്ങൾ മാത്രം പെറുക്കിയെടുത്തു. എനിക്കിത് മതി, ബാക്കി ഈ ആഭരണങ്ങൾ കൊണ്ടൊന്നും എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് 7 നാണയങ്ങളുമായിട്ട് പോയി. അത് കഴിഞ്ഞ് വരദരാജ ക്ഷേത്രത്തിൽ, കാഞ്ചീപുരത്ത് വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ വന്നു. അപ്പോൾ അവിടെ 7 പടി കയറിയിട്ട് നമുക്ക് ദേവനെ ദർശിക്കാം എന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞു. 7 പടികൾ കയറാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ അകത്ത് മറ്റേ ഈ ഭഗവത്ഗീതയിലെ വാചകങ്ങളൊക്കെ എഴുതി വെച്ചതായിട്ട് കണ്ടു പടികളിൽ. ഇതുവഴി ഞാൻ കയറില്ല എന്ന് പറഞ്ഞു. കാരണം ഗീത എഴുതി വെച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്റെ തന്നെ രൂപമായിട്ടാണ് ഞാൻ, അത് ചവിട്ടിക്കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വേറൊരു വഴിക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ടാണ് യമുനാഷ്ടകം ഉണ്ടാകുന്നത്. ഗോവർദ്ധനത്ത് പോയി, നദദ്വാര രാജസ്ഥാനിൽ പോയി, ഗുജറാത്തിൽ പോയി. അതെല്ലാം കഴിഞ്ഞ് വന്ന് വിവാഹം ചെയ്തു. അത് കഴിഞ്ഞ് ബ്രജിലേക്ക് പോയി. 8 ശിഷ്യന്മാരവിടെ ഉണ്ടായി. 52-ാമത്തെ വയസ്സിലാണ് സന്യാസം സ്വീകരിക്കുന്നത്. പ്രയാഗിലാണ് ഏറ്റവും അവസാനം അദ്ദേഹം ഉണ്ടായിരുന്നത്. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം മധുരാഷ്ടകം ഉണ്ടാക്കി ചൊല്ലിയത്. മധുരാഷ്ടകം സുനിലും കേട്ടിട്ടുണ്ടാവുമല്ലോ. വല്ലഭാചാര്യരെ പറ്റിയൊന്നും നമ്മുടെ നാട്ടുകാർക്ക് വലിയ ധാരണയില്ലെങ്കിലും ആ വരികൾ അറിയാം. മധുരാഷ്ടകം എന്താണെന്ന് അറിയായിരിക്കും. യേശുദാസിന്റെ ശബ്ദത്തിലും കേട്ടിട്ടുണ്ടാവും. അത് അധരം മധുരം, വദനം മധുരം, നയനം മധുരം, ഹസിതം മധുരം, ഹൃദയം മധുരം, ഗാനം മധുരം, മധുരാധിപതേ അഖിലം മധുരം എന്ന് തുടങ്ങുന്നതാണ് ഈ മധുരാഷ്ടകം. അപ്പോൾ ഇങ്ങനെ ധാരാളം ഗാനങ്ങൾ, കീർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ വഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ വഴി അല്ല, ഈ പറയുന്ന കീർത്തനം അധരം മധുരം എന്നുള്ളത് കേൾക്കാത്തവരാരുമില്ല. അതേതോ പ്രണയഗാനമാണ് എന്ന് എഴുതിയിരിക്കുക ആളുകൾ. ശ്രീകൃഷ്ണനോടുള്ള പ്രണയം പറയാം. അതെ, അതായത് നമ്മൾ സമീപകാലത്തെ വല്ല ഷിബു ചക്രവർത്തി എഴുതിയായിരിക്കും എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. മുമ്പ് നമ്മൾ ഭക്തമീരയെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞിരുന്നല്ലോ, ഒരു സമർപ്പിത ജീവിതമാണ് അത്. ഭക്തി പ്രസ്ഥാനത്തിൽ അങ്ങനെയാണ്. ഭക്തി പ്രസ്ഥാനത്തിനെയും നമുക്ക് അദ്വൈതം കൊണ്ട് വ്യാഖ്യാനിക്കാവുന്നതേ ഉള്ളൂ. കർമ്മ യോഗം, ജ്ഞാനയോഗം, ഭക്തി യോഗം ഏതുമാകാം. ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതല്ലേ സാക്ഷാത്കാരം, മുക്തി ഒക്കെ. അതിലേക്ക് എത്താനുള്ള പല വഴികളിൽ ഒന്ന് അദ്വൈതമാണെങ്കിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളും. ഹിന്ദുമതവും എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. ഒന്നും ഇത് എൻ്റേതല്ലാത്തതൊന്നും, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന അല്ലാത്തതൊന്നും ശരിയല്ല എന്ന് ഗീത, സനാതന മതം ഒരിക്കലും പറയുന്നില്ല. കുമാരനാശാൻ തന്നെ എഡ്വിൻ ആർണോൾഡിൻ്റെയാണ് മറ്റേ ബുദ്ധചരിതം, അത് പരിഭാഷ ചെയ്തതാണെന്നാണ് ആളുകൾ കരുതിയിരിക്കുന്നത്. ഞാൻ രണ്ടും കൂടി താരതമ്യം ചെയ്തപ്പോൾ വലിയ ബന്ധമൊന്നുമില്ല. കുമാരനാശാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധനെ പിടിച്ചിട്ടൊരു ഹിന്ദുവാക്കുക എന്നുള്ളതാണ്. ബുദ്ധൻ്റെ നിർവ്വാണം തന്നെ സമാധിയായിട്ടാണ് ആശാൻ വിവരിച്ചിരിക്കുന്നത്. അല്ല, ബുദ്ധനെ ഹിന്ദു മതത്തിലെ വിശ്വാസപ്രകാരമുള്ള ദശാവതാരങ്ങളിലൊന്നായിട്ടും പരിഗണിക്കുന്നുണ്ട്. അതെ, ബലരാമനെ മാറ്റിയിട്ട് ബുദ്ധനെ എടുക്കുന്ന വടക്കേ ഇന്ത്യയിലൊക്കെ കൂടുതലും അങ്ങനെയാണ്. ബുദ്ധനെ അവതാരമായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും വളരെ രസകരമായ, കൗതുകകരമായ അറിവ് നൽകുന്ന ഒരു എപ്പിസോഡാണ്.
ഏതായാലും കഥയമ്മ നമ്മുടെ സഞ്ചാരം തുടരുകയാണ്. നമ്മുടെ ആചാര്യന്മാരെ കുറിച്ച് മാത്രമല്ല, ഇതുകൊണ്ടാവും മറ്റ് രസകരമായ മറ്റ് വിഭവങ്ങളുള്ള പുതിയ എപ്പിസോഡുകളും നമ്മൾ അടുത്ത ദിവസം ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.